ഹായ്, ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാണ്. കാശിക്കുട്ടിനെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തു. എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്, കുറച്ചെല്ലാം നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ആക്നി പ്രോൺ സ്കിന്നിന് പറ്റിയൊരു ഫേസ് വാഷാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഫേസ് അങ്ങ് വാഷ് ചെയ്തു. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് UV സ്മാർട്ട് ആണ്. അതെനിക്ക് എൻ്റെ ഡോക്ടർ സുകന്യ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നതാണ്. നല്ല സൂപ്പർ മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. ഒരു 1 ഇയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്. വേറെ ഒന്നും ഞാൻ ഇതുവരെയും ചേഞ്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിലി സ്കിൻകാർക്കും അതേപോലെ ആക്നെ പ്രോൺ സ്കിന്നർക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് UV സ്മാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അതേപോലെ ഒരു വൈറ്റ് കാസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഈസിലി അബ്സോർബിങ് ആണ് കേട്ടോ. അത് ചില സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തോ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പുട്ടിയടിച്ച പോലെയൊക്കെ ഇരിക്കത്തില്ലേ, ഇതങ്ങനെയില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ലിപ്പിൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തത് ഞാൻ ഷുഗർ 31 ആണ്. നല്ല കളറാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റുന്ന ഒരു കളറാണത്. ഷുഗറിൻ്റെ 31, മൈ ഫേവറേറ്റ്. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭയങ്കരമായിട്ടൊന്നും ഞാൻ എഴുതില്ല. എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്പേസസ് ഒക്കെ ഉണ്ട് ഐബ്രോസിൻ്റെ ഇടയ്ക്കായിട്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. then അതിൻ്റെ ബാക്ക് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. എഴുതിയിരിക്കുന്ന എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് നമ്മുടെ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നു. ദെൻ കണ്ണെഴുതുന്നതെന്ന് വെച്ച് വേറെ അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണെഴുതിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ചോദിക്കും കരഞ്ഞിരിക്കുകയാണോ, കാരണം എൻ്റെ കണ്ണൊന്ന് വൈറ്റാണ്. കണ്ണെഴുതാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് ആ എഴുതിയ കണ്ണൊന്ന് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊന്ന് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സൂട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നും. അതിനുശേഷം ഞാനൊരു പൊട്ട്, ബ്ലാക്ക് ആണ് എനിക്കിഷ്ടം, സോ ഒരു ബ്ലാക്ക് പൊട്ട് വെച്ച് സിന്ദൂരം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നുകൂടി ഇടാൻ പോയില്ല. പിന്നെ ബോട്ടോക്സ് ഹെയർ ആയതുകൊണ്ട് വേറെ ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് വിരിച്ചിട്ടെടുത്തേ ഉള്ളൂ. അതിനുശേഷം സ്പ്രേ മസ്റ്റ് ആണല്ലോ. ഞാനിവിടെ ബെല്ലാവിറ്റയുടെ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ. സൂപ്പറാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. സി യു, ബൈ.